ഇവിടെ ഒരുത്തനും പരോളിൽ ഇറങ്ങി വിലസാമെന്ന് കരുതണ്ട. വേരോടെ പിഴുതെറിയുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ വാക്കുകളാണിത്. കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലക്കുന്ന പ്രസംഗമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായത്. DK ശിവകുമാറും KPCC പ്രസിഡന്റ് K സുധാകരനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടലും ഉണ്ണിത്താനും ഒക്കെ ഒരേ വേദിയിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു കാസർഗോഡിനെ ഇളക്കി മറിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ MP, വേദിയിലുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നു. വളരെ മുൻപേ തുടങ്ങിയ ഒരു യോഗം ഇവിടെ ഉദ്ഘാടകനായിരുന്ന ശ്രീ DK ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് ജില്ലാ ആസ്ഥാനത്ത് കല്യോട്ട് പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത CPM-ന്റെ നേതാക്കന്മാർ വിചാരിക്കേണ്ടുന്ന ഒരു ചിന്തയും, ഈ പ്രദേശത്ത് ശരത്തൻ കൃപേഷും ഉയർത്തിയ ഒരു കൊടി കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കൊന്നൊടുക്കിയത് എങ്കിൽ, അവരെ കൊന്നൊടുക്കിയാൽ ആ കൊടിയങ്ങ് ഇല്ലാതെയാകുമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എങ്കിൽ, ഇന്ന് അവരുടെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോൺഗ്രസുകാരാണ് കൊടിയും പിടിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഭയന്നിട്ട് നിങ്ങളുടെ ഔദാര്യത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുള്ള ബോധ്യം ഈ കൊലപാതകത്തിന് ഉത്തരവിടുന്ന എല്ലാ മുതലാളിമാരും ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. ഇവരെല്ലാവരും സംസാരിച്ച വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ KPCC-യുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഈ കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും കാണാൻ ജയിലിലേക്കൊന്ന് പോകുന്നു. നമ്മുടെ രണ്ട് സഹപ്രവർത്തകരെ, നമ്മുടെ രണ്ട് സഹോദരങ്ങളെ, ഈ നാടിന്റെ കൺമണികളായ രണ്ട് പൊന്നുമക്കളെ, അവരെ കൊന്നൊടുക്കിയവന്മാർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന നരകയാതന കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ജയിലിലേക്ക് പോയ CPM-ന്റെ നേതാക്കന്മാർക്ക് ഒരു വിചാരമുണ്ടായിരിക്കും, മറ്റു പല കൊലക്കേസിലെയും പ്രതികൾ അനുഭവിക്കുന്നത് പോലെയുള്ള ജയിലിനകത്ത് അത്യാധുനികമായ എല്ലാ പ്രിവിലേജോടുകൂടിയും കഴിയാമെന്ന്. അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രതികളുണ്ട് എങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ ജയിലിൽ കിടക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാരന് ലഭിക്കുന്ന സൗകര്യം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരിക്കും. അത് നിയമത്തിന്റെ വഴിയിലെങ്കിൽ അങ്ങനെ, അതല്ലാതെ എങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോ പരോളിനെ അപേക്ഷിച്ചിട്ടുള്ള രണ്ട് CPM-ന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രൻ, അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരക്കണക്കിന് ദിവസം പരോളിറങ്ങി നടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിനേറെ പറയുന്നു, ആ കാരണവരെ കൊന്ന ഷെറിൻ പോലും ക്യാബിനറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിനിറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അനശ്വരരായ രക്തസാക്ഷികൾ പ്രിയപ്പെട്ട ശരത്തൻ കൃപേഷ്, ആ ചെറുപ്പക്കാർ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോ, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോ ഒരു എളിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക നിലയിൽ വലിയ അഭിമാനബോധമാണുള്ളത്. ആ ചെറുപ്പക്കാരെ കൊല്ലാൻ വിധിച്ചവരെ, കൊന്നവരെ ഇന്നത്തെ ദിവസം വരെ ആ കൊലക്കേസിൽ പിടിയിലായതിനു ശേഷം നിങ്ങൾ സൂര്യന്റെ വെളിച്ചം കാണിക്കാത്ത രീതിയിൽ നിയമവുമായി കാവലായി നിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, മുഴുവൻ സഹപ്രവർത്തകരെ ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർമ്മസമരം, ഈ സമരം ഒരു തുടർ സമരമാണ്. ഈ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.